എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏത്തയ്ക്ക കഴിക്കാത്ത കുട്ടികൾക്ക് ഏത്തയ്ക്ക കഴിപ്പിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഐറ്റമാണിത്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഈസി റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇവിടെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ മുറിച്ച് മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ക്രംസിൽ നമ്മൾ പൊടിച്ചെടുക്കത്തില്ലേ, ആ രീതിയിൽ ബ്രെഡ് നമുക്ക് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതിലോട്ട് 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ എത്ര അധികത്തിലിട്ട് കൊടുക്കുന്നു അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും. തേങ്ങ കുറച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതിലോട്ട് ഒരു മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. മുട്ട ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് 1 മണിക്കൂർ വെളിയിൽ വെച്ചിരുന്നതായിരുന്നേ. ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയോട് ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യത്തിന് നല്ല മധുരം തന്നെയുണ്ട്. നിങ്ങൾക്ക് മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും 2 നുള്ളു ഉപ്പും 4 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് ഇതിനെ നല്ലതായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. നിങ്ങൾക്ക് വാനില എസൻസിന് പകരം ഏലക്കപ്പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ 4 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചപ്പോൾ ഈ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത്രയും പോരാ, നമുക്ക് കുറച്ചുകൂടെ ലൂസായിട്ട് വേണം ഇത് കിട്ടാനായിട്ട്. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല രീതിയിൽ ഇതിനെ അടിച്ചെടുത്തുകൊണ്ട് വരാം. ഈ രീതിയിലാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. ഇഡ്ഡലിമാവിൻ്റെയൊക്കെ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തി വേണം കിട്ടാനായിട്ട് കേട്ടോ. ഇതിലോട്ട് ഞാൻ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പംകിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്യാഷ്നട്ട് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചാണെങ്കിൽ കിസ്മിസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണുള്ളത് ആ നട്ട്സ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് അത് കടിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് നട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു ഏത്തയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒത്തിരി വീതി കുറച്ചും ഒത്തിരി വീതിയിലും അല്ല, ഈ ഒരു തിക്നെസ് വേണം ഏത്തയ്ക്ക കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ ഞാനൊരു ദോശത്തവ എടുത്തിട്ടുണ്ട്. ഏത് ചീത്തയായ ഫ്രൈ പാൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ പാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ചെറിയൊരു സോസ് പാനാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്രൈ പാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ പാൻ എടുക്കാവുന്നതാണ്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് മാത്രം മതി എന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതുപോലെ വിതറിയിട്ട് എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഏത്തയ്ക്ക ഇതിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് അരിഞ്ഞ് ക്യാരമലായി ആ ഏത്തയ്ക്കയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. മുറിച്ചെടുത്തിരിക്കുന്ന ഏത്തയ്ക്ക ഉണ്ടല്ലോ, ഏത്തയ്ക്കാണ് ഇതിലോട്ട് മൊത്തം നിരത്തി വെച്ച് കൊടുക്കുക. നിങ്ങൾ ഫ്രൈ പാനിലാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഏത്തയ്ക്കയ്ക്ക് പകരം 2 ഏത്തയ്ക്ക എടുക്കാവുന്നതാണ്. ഫ്രൈ പാൻ കവർ ചെയ്ത് നിൽക്കത്തക്ക രീതിയിൽ ഏത്തയ്ക്ക വെച്ച് കൊടുക്കുക കേട്ടോ. ദോശത്തവ വെച്ച് കൊടുത്തപ്പോൾ തന്നെ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. ദോശത്തവ നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞപ്പോഴായിരുന്നു ഞാൻ സോസ് പാൻ വെച്ച് കൊടുത്തത് കേട്ടോ. തീ ഇപ്പോഴൊന്നും ഞാൻ കുറച്ച് കൊടുത്തിട്ടില്ല. ബ്രെഡും മുട്ടയും കൂടെ അടിച്ചെടുത്ത ബാറ്ററാണ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. മൊത്തം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ അടച്ച് വെക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് ഇത് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം ലോയ്ക്കും മീഡിയത്തിനും ഇടയ്ക്ക് ഫ്ലെയിം ഇട്ട് കൊടുക്കുക. ഒത്തിരി അങ്ങ് കുറച്ച് കൊടുത്താൽ ഇത് വെന്ത് കിട്ടാൻ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ ലോയ്ക്കും മീഡിയത്തിനും ഇടയ്ക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഫ്രൈ പാനില്ല ഇത് കുറച്ചുകൂടെ നേരത്തെയാണ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു 10 മിനിറ്റിനുള്ളിൽ ആയി കിട്ടും. ഞാൻ സോസ് പാനിൽ കുറച്ച് തിക്കായിട്ടല്ലേ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു 20 മിനിറ്റോളം ഇത് വെന്ത് കിട്ടാനായിട്ട് എടുത്തിരുന്നു കേട്ടോ. ഇതിൻ്റെ തിക്നെസ് അനുസരിച്ചായിരിക്കും വെന്ത് കിട്ടാനായിട്ട് സമയം എടുക്കുന്നത് കേട്ടോ. ഒരു സൈഡ് ഭാഗമെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്ത നെയ്യും വെളിച്ചെണ്ണയൊക്കെ എൻ്റെ മുകളിൽ വന്ന് ഇതുപോലെ കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ആ നെയ്യും വെളിച്ചെണ്ണയും വേണ്ടായല്ലോ. ഇതിന് നമുക്കിനി കമത്തിയിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ വേറെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ നെയ്യാണെങ്കിൽ ആ ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇതുപോലെ നെയ്യോ വെളിച്ചെണ്ണയോ ഒന്നും മുകളിലില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈ പാനിലോട്ട് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുക കേട്ടോ. ഞാനപ്പോൾ ഇതിൽ നിന്ന് തന്നെയാണ് നെയ്യ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിനെ തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ഇത് പകുതി ഒന്ന് തണുത്ത് വന്ന് കഴിയുമ്പോൾ മാത്രമേ ഒരു പ്ലേറ്റിലോട്ട് ഇതിനെ കമത്തിയിട്ട് കൊടുക്കുക. ഇനി ദോശത്തവ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പാൻ നമുക്ക് ഡയറക്റ്റ് സ്റ്റൗവിൽ തന്നെ വെച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഐറ്റം ഉണ്ടല്ലോ, അതാണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം ഈ തവയിൽ വരത്തക്ക രീതിയിൽ പതുക്കെ അതിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒന്ന് നല്ലൊന്ന് ഫ്രൈ ആയി വരണം, നല്ല ക്രിസ്പി ആയിട്ട് വരണം. അന്നേരം ഒരു 2-3 മിനിറ്റ് ഇതിനെ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ബനാന വെച്ചുള്ള സ്നാക്സുകൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനെ അങ്ങ് പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റിയാണ്. കുറച്ച് തണുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെ കട്ട് ചെയ്യുന്നത് കേട്ടോ. നമുക്കിതിനെ കട്ട് ചെയ്ത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയണ്ടായോ. ഇത് കട്ട് ചെയ്ത് അതിൻ്റെ ഒരു പീസ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ളത്. കണ്ടില്ലേ, നല്ല അടിപൊളി നല്ല കേക്ക് പോലെയാണ് ഇത് വന്നിരിക്കുന്നത്. ഏത്തയ്ക്ക കഴിക്കാത്തവരുണ്ടല്ലോ, തീർച്ചയായിട്ടും ഇത് കൊടുത്തവർ കഴിക്കും. കാരണം നല്ലൊരു ക്രിസ്പി ആയിട്ട് പഞ്ചസാരയൊക്കെ ക്യാരമലായി ഏത്തയ്ക്കയിലൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്
നിങ്ങൾക്ക് നല്ല ക്രിസ്പിയാണ്. എൻ്റെ പുറം ഭാഗം കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് അവിടെയും വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ ഫാമിലിയോട്ടോ ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.